Hello all, this is Justin P. James. Welcome to another video. നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത് ബിസിനസ് എൻവയോൺമെന്റിന്റെ 30 MCQs ആയിരിക്കും. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ബിസിനസ് എൻവയോൺമെന്റ് ഒരു 30 MCQs നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അതിന്റെ സെക്കൻഡ് പാർട്ട് ആയിട്ടാണ് നമുക്കിത് പോകുന്നത്. And if you are new at my channel, please don't forget to subscribe my channel and also enable the bell icon. So നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കടക്കാം. ഫസ്റ്റ് ചോദ്യം, ഇന്ത്യൻ ബിസിനസ് എൻകൗണ്ടർ ദ ഫോളോയിങ് പ്രോബ്ലം ഇൻ ഗ്ലോബലൈസേഷൻ. ഗ്ലോബലൈസേഷൻ വന്ന സമയത്ത് എന്ത് പ്രശ്നമാണ് നമ്മൾ നേരിട്ടിരുന്നത് എന്നുള്ളതാണ്. ഒരു ഇന്ത്യൻ ബിസിനസ് ഒരു മേഖല എന്ത് പ്രശ്നമാണ് നേരിട്ടിരുന്നത്? ഓപ്ഷൻ: ഇൻഫ്രാസ്ട്രക്ചർ ബോട്ടിൽ നെക്സ്, ലാക്ക് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ബൈ MNCs, ബോത്ത് A and B, ലാസ്റ്റ് വൺ നൺ ഓഫ് ദീസ്. ആൻസർ എന്ന് പറയുന്നത് നമുക്ക് ഇൻഫ്രാസ്ട്രക്ചർ ബോട്ടിൽ നെക്ക് ഉള്ളതാണ് നമുക്ക് കറക്റ്റ് ആയിട്ട് വരുന്ന ആൻസർ. കാരണം ആ സമയത്ത് നമുക്ക് കൃത്യമായ ഇൻഫ്രാസ്ട്രക്ചറുകളോ കാര്യങ്ങളോ ഒക്കെ നമുക്ക് ഒത്തിരി അതിന്റെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അത് തന്നെയാണ് നേരിട്ടിരുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് എമംഗ് ദീസ് ഈസ് നോട്ട് എ കീ ഗ്ലോബൽ ഫോഴ്സ് ഇംപാക്ടിങ് ദി ഇന്ത്യൻ എക്കോണമി? ഓപ്ഷൻസ്: dynamics of capital flows, integrating role of purchasing, integrating role of technology, need for attitudinal changes. Right answer വരുന്നത് നമുക്ക് need for attitudinal changes എന്നുള്ളതാണ്. നെക്സ്റ്റ് ആണ് പൊല്യൂഷൻ മോണിറ്ററിംഗ് ആൻഡ് കൺട്രോൾ ഇസ് ഡൺ ബൈ. ഏത് ഒരു പ്രസ്ഥാനമാണ് പൊല്യൂഷൻ മോണിറ്ററിങ്ങും കൺട്രോളിങ്ങും ചെയ്യുന്നതെന്നാണ്? ഓപ്ഷൻ: സെൻട്രൽ ബോർഡ് ഫോർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് വാട്ടർ പൊല്യൂഷൻ, സെൻട്രൽ ബോർഡ് ഫോർ പൊല്യൂഷൻ കൺട്രോൾ, സെൻട്രൽ ഗവൺമെന്റ്, നൺ ഓഫ് ദീസ്. സോ ഒബ്വിയസ്ലി നമുക്ക് ആൻസർ നമുക്കറിയാം, സെൻട്രൽ ബോർഡ് ഫോർ പൊല്യൂഷൻ കൺട്രോൾ ആയിരിക്കും അതിന്റെ ആൻസർ വരിക. നെക്സ്റ്റ്, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ഇൻ ഇന്ത്യ ഇസ് എൻഷുർഡ് ബൈ. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ നമ്മൾ ഏത് ലോ പ്രകാരമാണ് അത് എൻഷുർ ചെയ്യുന്നതെന്നാണ് ആൻസർ. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 1986 എന്നുള്ളതാണ്. 1986. അപ്പൊ ഇയർ നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കുക, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 1986. MRTP ആക്ട് 1961 വാസ് അബോളിഷ്ഡ് ഇൻ. ഏത് വർഷമാണ് MRTP ആക്ട് അബോളിഷ് ചെയ്തിരുന്നതെന്നാണ് നമ്മുടെ ചോദ്യം. ആൻസർ എന്ന് പറയുന്നത് 2002 അത് അബോളിഷ് ചെയ്തിരുന്നത്. MRTP ആക്ട് അബോളിഷ് ചെയ്തിരിക്കുന്നത് 2002 അതിന്റെ ആൻസർ നമുക്ക് വരുന്നത്. സോ മോണോപോളിസ്റ്റിക് ആൻഡ് റെസ്ട്രിക്റ്റീവ് ട്രേഡ് പ്രാക്ടീസസ് ആക്ട് 1969 അതാണ് MRTP ആക്ട് എന്ന് പറയുന്നത്. അത് കോമ്പറ്റീഷൻ ആക്ട് 2002 ആക്കിയിട്ടുണ്ടായിരുന്നു. 2002 അതിനെ കോമ്പറ്റീഷൻ ആക്ട് എന്ന് പറഞ്ഞിട്ടാണ് അതിനെ മാറ്റിയിരിക്കുന്നത്. ഓക്കെ, അത് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത് പറയുന്നത് രാഘവൻ കമ്മിറ്റിയാണ്. അതുകൊണ്ട് പ്രത്യേകം നമ്മൾ ഓർത്തിരിക്കുക, രാഘവൻ കമ്മിറ്റിയാണ് ആ ഒരു പർട്ടിക്കുലർ ആക്ട് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യ abolished the quantitative restrictions on import of 1429 items in 2000 and 21 as per the commitment to which of the following? അപ്പം ഇത്രയും ഐറ്റംസ് നമ്മളത് റെസ്ട്രിക്ഷൻസ് നമ്മൾ മാറ്റിയൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? ഇന്ത്യ അബോളിഷ്ഡ് ദ റെസ്ട്രിക്റ്റീവ് ക്വാണ്ടിറ്റേറ്റീവ് റെസ്ട്രിക്ഷൻസ് ഓൺ ഇമ്പോർട്ടിംഗ് ഓഫ് 1429 ഐറ്റംസ് ഇൻ 2000 2001. അപ്പം ഏതൊരു ഓർഗനൈസേഷനാണ് അതിന് പ്രധാനമായിട്ട് ഒരു റോള് വഹിച്ചതെന്നുള്ളതാണ് ചോദ്യം. ആൻസർ ഈസ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ആണ്. വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ, WTO. The concept of small scale industries, SSI, was brought forward by ഏത് നിയമപ്രകാരമാണ് SSI എന്ന് പറയുന്ന ഒരു പേര് അല്ലെങ്കിൽ കൺസെപ്റ്റ് മുന്നോട്ട് വന്നതെന്നുള്ള ചോദ്യം. ദാറ്റ് ഈസ് ഇൻഡസ്ട്രിയൽ പോളിസി സ്റ്റേറ്റ്മെന്റ് 1977 1977 അത് വന്നിരിക്കുന്നത്. സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ആ സമയത്ത് അവരെ ഉയർത്തിക്കൊണ്ട് വരാനുള്ള നിയമങ്ങളും കാര്യങ്ങളെല്ലാം ആയിരുന്നു അതിനകത്തിലുണ്ടായിരുന്നത്. നെക്സ്റ്റ്,
Which of the following does not fall within the jurisdiction of MRTP Commission? നമ്മൾ MRTP കുറച്ച് മുമ്പ് പറഞ്ഞായിരുന്നു, മോണോപോളിസ്റ്റിക് ആൻഡ് റെസ്ട്രിക്റ്റീവ് ട്രേഡ് പ്രാക്ടീസസ്. അതിന്റെ ജൂറിസ്ഡിക്ഷനിൽ വരാത്തതായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ്. ഒന്ന്, പ്രിവെൻഷൻ ഓഫ് മോണോപോളിസ്റ്റിക് ട്രേഡ് പ്രാക്ടീസസ് അല്ല, പ്രിവെൻഷൻ ഓഫ് റെസ്ട്രിക്റ്റീവ് ട്രേഡ് പ്രാക്ടീസസ് അല്ല, പ്രൊഹിബിഷൻ ഓഫ് അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ് അല്ല, റെഗുലേഷൻ ഓഫ് കോമ്പിനേഷൻ ആണ് MRTPയുടെ ജൂറിസ്ഡിക്ഷന്റെ അണ്ടറിൽ വരാത്തതായിട്ട് ഉള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, laissez-faire policies adopted in, laissez-faire policy എവിടെയാണ് അഡോപ്റ്റ് ചെയ്തതെന്നുള്ളതാണ് ചോദ്യം. laissez-faireന്റെ ലിറ്ററലി അതിന്റെ മീനിങ് എന്ന് പറയുന്നത് ലീവ് എലോൺ എന്നുള്ളതാണ്. ലീവ് എലോൺ. ലെസ് ഗവൺമെന്റ് ഈസ് ഇൻവോൾവ് ഇൻ ദി എക്കോണമി, അല്ലേ? അവിടെ എന്താണ്, ഗവൺമെന്റിന്റെ ഇന്റർവെൻഷൻ വളരെയധികം കുറവായിരിക്കും. അങ്ങനെയുള്ളതാണ് നമ്മൾ laissez-faire എന്ന് പറയുന്നത്. അത് പ്രധാനമായിട്ട് എവിടെയായിരിക്കും വരിക? ഒബ്വിയസ്ലി ക്യാപിറ്റലിസ്റ്റ് എക്കണോമിക് സിസ്റ്റത്തിലായിരിക്കും അങ്ങനെ ഒരു കൺസെപ്റ്റ് നമ്മൾ കൊണ്ടുവരിക. സോ laissez-faire policies are adopted in capitalist economic system. Next question, which of the following is not an objective of Competition Act 2002? Competition Act 2002 ഒരു ഒബ്ജക്റ്റീവ് അല്ലാത്തത് ഏതാണെന്നാണ് ചോദ്യം. ഫസ്റ്റ് വൺ ഈസ് prohibition of abuse of dominant position അല്ല, prohibition of restrictive trade practices അല്ല, prohibition of anti-competitive agreement അല്ല, regulation of combination ആണ് നമുക്ക് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അത് കോമ്പറ്റീഷൻ ആക്ടിന് അതിൽ വരുന്നൊരു ഭാഗമേ അല്ല. വാറ്റ് ഈസ് ഇമ്പോസ്ഡ്, വാറ്റ് എവിടെയാണ് നമ്മൾ ഇമ്പോസ് ചെയ്യുന്നത് എന്നുള്ളതാണ് ചോദ്യം. ഡയറക്ട്ലി ഓൺ കൺസ്യൂമേഴ്സ് ആണോ? അല്ല. ഓൺ ഫൈനൽ സ്റ്റേജ് ഓഫ് പ്രൊഡക്ഷൻ ആണോ? ഒരിക്കലും അല്ല, ഇല്ലേ? ഓൾ സ്റ്റേജസ് ഓഫ് പ്രൊഡക്ഷനിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? വാറ്റ് ഇമ്പോസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഓക്കെ, ഓരോ സ്റ്റേജിലും പ്രൊഡക്ഷന്റെ സമയത്ത് അതിന്റെ സെയിൽസിന്റെ സമയത്ത് ഓരോ സമയത്തും വാറ്റ് എന്ന് പറയുന്ന ടാക്സ് നമ്മൾ ഇമ്പോസ് ചെയ്യുന്നുണ്ടായിരുന്നു. സോ ഓൺ ഓൾ സ്റ്റേജസ് ഫ്രം പ്രൊഡക്ഷൻ ടു ഫൈനൽ സെയിൽസ്. For the purpose of the enquiry under the MRTP Act, the Commission has the power equivalent to. ഇവിടെ MRTP ആക്ടിന്റെ എൻക്വയറി എന്ന് പറയുന്ന ഒരു പർപ്പസിന് വേണ്ടിയിട്ട് അവർക്ക് ഏതൊരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഏതൊരു പ്രസ്ഥാനത്തിന്റെ പവറുമായിട്ട് തുല്യമായിരുന്നു എന്നുള്ളതാണ് ചോദ്യം, അല്ലേ? The Commission has the power equivalent to. സിവിൽ കോർട്ടിന് എന്തൊക്കെ പവറുകളുണ്ടോ അതെല്ലാം ആർക്കും ഉണ്ടായിരുന്നു? MRTP ആക്ടിനും ഉണ്ടായിരുന്നു. സിവിൽ കോർട്ടിനുള്ള എല്ലാ പവറുകളും ഇതിലുള്ള വ്യക്തികൾക്ക് ഉണ്ടായിരുന്നു. അതായിരിക്കും റൈറ്റ് ആൻസർ. നെക്സ്റ്റ്, ഫസ്റ്റ് ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷൻ വാസ് ഇഷ്യൂഡ് ഓൺ. എന്നാണ് ആദ്യത്തെ ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷൻ വന്നെന്നാണ്? ദാറ്റ് ഈസ് ഓൺ ദി ഇയർ 1948. 1948. അത് അന്നത്തെ ഇൻഡസ്ട്രി പ്രസിഡന്റ് ആയിരുന്ന ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജിയാണ് അത് പ്രസന്റ് ചെയ്തിരുന്നത്. ആൻഡ് ദാറ്റ് ഈസ് ഇൻ 1948. നെക്സ്റ്റ്, ഇന്ത്യൻ പോളിസി റെസൊല്യൂഷൻ, ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷൻ ഓഫ് 1948 ഡിവൈഡഡ് ഇൻഡസ്ട്രീസ് ഇൻടു, അല്ലെ? 1948 ഇൻഡസ്ട്രി പോളിസി റെസൊല്യൂഷനില് ഇൻഡസ്ട്രീസിനെ എത്ര കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ടെന്നാണ് ചോദ്യം, അല്ലെ? ഒന്നെന്ന് പറയുന്നത് ബേസിക് ആൻഡ് സ്ട്രാറ്റജിക് ഇൻഡസ്ട്രീസ് ഉണ്ടായിരുന്നു. സ്ട്രാറ്റജിക് ഇൻഡസ്ട്രീസ് ഉണ്ടായിരുന്നു. രണ്ടാമത് നമുക്കുണ്ടായിരുന്നത് കീ ഇൻഡസ്ട്രീസ് ഉണ്ടായിരുന്നു. കീ ഇൻഡസ്ട്രീസ് ഉണ്ടായിരുന്നു. മൂന്നാമത് 18 ഇൻഡസ്ട്രീസ് ഇൻക്ലൂഡിംഗ് ഓട്ടോമൊബൈൽ, ട്രാക്ടേഴ്സ്, മെഷീനറി എക്സെട്ര. And fourth one is all the remaining industries ആയിരുന്നു. all the remaining industries. ഇങ്ങനെ 4 കാറ്റഗറി ആയിട്ടാണ് നമ്മൾ ഇൻഡസ്ട്രീസിനെ ഡിവൈഡ് ചെയ്തിരുന്നത്. സോ റൈറ്റ് ആൻസർ നമുക്ക് ഏതായിരിക്കും വരിക? 4 കാറ്റഗറീസ്. 4 കാറ്റഗറീസ്. ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ആൻഡ് റെഗുലേഷൻ ആക്ട് വാസ് പാസ്ഡ് ബൈ ദ പാർലമെന്റ്. ഏത് വർഷമാണ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ആൻഡ് റെഗുലേഷൻ ആക്ട് പാസ് ചെയ്തതെന്നാണ്? ദി ആൻസർ ഈസ് 1951.
Next question. Industrial Policy Resolution 1956 divided industries into, അല്ലേ 1956 ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷൻ ഇൻഡസ്ട്രീസിനെ എത്രയായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ചോദ്യം. സോ ആൻസർ ഈസ് 3. ആദ്യമേ 4 ആയിരുന്നു, അതിനുശേഷം അടുത്തതായിട്ട് 3 ആണ് നമുക്ക് ആൻസർ വരുന്നത്. 3 ആയിട്ടാണ് അവിടെ നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്നത്. Industrial Policy Resolution 1956 reserve industries for public sector are, നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞു 3 കാറ്റഗറി ആയിട്ട് നമ്മൾ തിരിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞായിരുന്നു അല്ലേ, 3 കാറ്റഗറി ആയിട്ട് നമ്മൾ തിരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞായിരുന്നു. അത് ഷെഡ്യൂൾ എ, ഷെഡ്യൂൾ ബി, ഷെഡ്യൂൾ സി, അങ്ങനെ 3 കാറ്റഗറി ആയിട്ടാണ് നമ്മൾ തിരിച്ചിരുന്നത് ഇൻഡസ്ട്രിയെ. അതിൽ ഷെഡ്യൂൾ എയിൽ പറയുന്നത് a list of 17 industries as the exclusive responsibility of the state. സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ റെസ്പോൺസിബിലിറ്റി ആയിരുന്നു 17 ഇൻഡസ്ട്രീസ്. ബിയിൽ വരുന്നത് ബോത്ത് പബ്ലിക് ആൻഡ് പ്രൈവറ്റ് ഇൻഡസ്ട്രീസ് ആയിരുന്നു. റൈറ്റ്, അപ്പൊ നമുക്കറിയാം, അപ്പൊ ഗവൺമെന്റ് ബാക്കി വരുന്ന ഒരു മീനിങ് ആയിരുന്നു ബാക്കി വരുന്നത്. അപ്പം ഗവൺമെന്റിന് ഉണ്ടായിരുന്നത് എത്ര ഇൻഡസ്ട്രീസ് ആയിരുന്നു? 17. റൈറ്റ് ആൻസർ 17 ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. In the Industrial Resolution 1956, industries reserved for public sector were included in Schedule എയിലാണോ ബിയിലാണോ സിയിലാണോ എന്നുള്ളതാണ് ചോദ്യം അല്ലേ. ഫോർ പബ്ലിക് സെക്ടറിന് വേണ്ടിയിട്ട് നമ്മൾ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന ഏതാണ്? ഷെഡ്യൂൾ എയിലാണ്. തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞത് 17 ഇൻഡസ്ട്രീസിനെ സ്റ്റേറ്റ് ഗവൺമെന്റിന് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ, 17 ഇൻഡസ്ട്രീസിന്. അത് പറഞ്ഞിരിക്കുന്നത് ഷെഡ്യൂൾ എയിലാണ് പറഞ്ഞിരിക്കുന്നത്. Next, and the Industrial Policy Resolution 1956, industries where both the private sector and the public sector were allowed in, were included in schedule. Both the private ഉം പബ്ലിക്കും വരുന്നത് ഏതിനകത്തിലാണെന്നായിരുന്നു ചോദ്യം. അത് നമുക്ക് വരുന്നത് ഷെഡ്യൂൾ ബിയിലാണ്. ഷെഡ്യൂൾ ബിയിൽ അത് ഏകദേശം 12 ഇൻഡസ്ട്രീസ് ആണ് അതിനകത്ത് ഇൻവോൾവ് ആയിട്ടുള്ളത്. ഷെഡ്യൂൾ ബിയിൽ 12 ഇൻഡസ്ട്രീസ്. So in the Industrial Policy Resolution 1956, next question. Number of industries reserved for private sector where, അല്ലെ പ്രൈവറ്റ് സെക്ടറിലേക്ക് നമ്മൾ എത്ര ഇൻഡസ്ട്രീസിനെയാണ് കൊടുത്തിരുന്നതാണ്? 12 അല്ല, 15 അല്ല, 8 അല്ല, none of these. Industries of basic nature were included in. ബേസിക് നേച്ചർ ഉള്ള ഇൻഡസ്ട്രീസിനെ ഈ സെക്ടറിലേക്കാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തതെന്നാണ് ചോദ്യം. ദാറ്റ് ഈസ് കോർ സെക്ടർ. മെയിൻ സെക്ടർ എന്നുള്ളൊരർത്ഥമാണ് കോർ sector. Next, option of converting part of company's loan into equity is called, അല്ലേ നമ്മുടെ കമ്പനിയുടെ ലോണിനെ ഇക്വിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പ്രോസസ്സിന്റെ പേരാണ് മാൻഡേറ്ററി കൺവേർട്ടബിലിറ്റി ക്ലോസ് എന്നുള്ളതാണ്. മാൻഡേറ്ററി കൺവേർട്ടബിലിറ്റി ക്ലോസ്. മാൻഡേറ്ററി കൺവേർട്ടബിലിറ്റി clause. Next, the Foreign Exchange Management Act was adopted by the Parliament in, എന്താണ് FEMA അല്ലെങ്കിൽ Foreign Exchange Management Act അഡോപ്റ്റ് ചെയ്തത്? ആൻസർ ഇസ് 1999. Picky units are referred to. Picky unitsന് എവിടെയാണ് നമ്മൾ പ്രധാനമായിട്ടും റെഫർ ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ അതിനെ കണക്കാക്കി എടുത്തിരിക്കുന്നതാണ് ചോദ്യം. ആൻസർ ഈസ് BIFR. അതായത് ബോർഡ് ഫോർ ഇൻഡസ്ട്രിയൽ ആൻഡ് ഫിനാൻഷ്യൽ റീകൺസ്ട്രക്ഷൻ. ബോർഡ് ഫോർ ഇൻഡസ്ട്രിയൽ ആൻഡ് ഫിനാൻഷ്യൽ റീകൺസ്ട്രക്ഷൻ, BIFR, and that is in the year 1985. FIPB എന്ന് പറയുന്നത് ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് പ്രൊമോഷൻ ബോർഡാണ്. ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് പ്രൊമോഷൻ ബോർഡാണ് FIPB എന്ന് പറയുന്നത്. ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് പ്രൊമോഷൻ ബോർഡ്. അത് ഇറ്റ് വാസ് റീപ്ലേസ്ഡ് ടു ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് ഫെസിലിറ്റേഷൻ പോർട്ടൽ എന്നാക്കിയിട്ടുണ്ട് 2017. ഓക്കെ, ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് ഫെസിലിറ്റേഷൻ പോർട്ടൽ എന്നുള്ള രീതിയിലേക്ക് അതിനെ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. FIFP എന്നിപ്പോൾ ആക്കിയിട്ടുണ്ട് 2017. Okay,
SIA എന്ന് പറയുന്നത് സോഷ്യൽ ഇമ്പാക്ട് അസസ്മെന്റ് ആണ്. DGT എന്ന് പറയുന്നത് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ട്രെയിനിങ്. സോ നമുക്ക് ഇവിടെ വരുന്നത് BIFR ആണ്. സോ ഇറ്റ് വാസ് ക്രിയേറ്റഡ് അണ്ടർ ദി സിക്ക് ഇൻഡസ്ട്രിയൽ കമ്പനീസ് ആക്ട് 1985. അത് സിക്ക് ഇൻഡസ്ട്രിയൽ കമ്പനീസ് ആക്ട് 1958ന്റെ അണ്ടറിൽ വരുന്നതാണ് BIFR അല്ലെങ്കിൽ ബോർഡ് ഫോർ ഇൻഡസ്ട്രിയൽ ആൻഡ് ഫിനാൻഷ്യൽ റീകൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, the restrictive trade practice RTPs are described in എവിടെയാണ് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്, ഏത് സെക്ഷനിലാണെന്നാണ് ചോദ്യം. and that is in section 33 subsection 1. which of the following law controlled over merger, amalgamation, takeover etc. ഇതിനകത്തിൽ ഏതിലാണ് മെർജർ, അമാൽഗമേഷൻ, ടേക്ക് ഓവർ കാര്യങ്ങളെല്ലാം ചെയ്യുന്നതാണ്. ദാറ്റ് ഈസ് NASDOC, NASDOC. NASDOCിലായിരിക്കും അതെല്ലാം ചെയ്യുക. IRD നമുക്കറിയാം ഇൻഷുറൻസ് ആണ്, MRD റെസ്ട്രിക്റ്റഡ് ട്രേഡ് പ്രാക്ടീസസ് ആണ്, ഇതൊന്നുമല്ല അല്ലേ, DR എന്നുള്ളതുമല്ല, NAC DOC. വാട്ട് ഈസ് എ ഫുൾ ഫോം ഓഫ് NTC? NTCയുടെ ഫുൾ ഫോം എന്താണെന്നാണ് ചോദ്യം. ദാറ്റ് ഈസ് നാഷണൽ ടെക്സ്റ്റൈൽ കോർപ്പറേഷൻ. നാഷണൽ ടെക്സ്റ്റൈൽ കോർപ്പറേഷൻ എന്നുള്ളതാണ് NTCയുടെ ഫുൾ ഫോം നമുക്ക് കിട്ടുന്നത്. NTC, നാഷണൽ ടെക്സ്റ്റൈൽ കോർപ്പറേഷൻ. What do you mean by DGTD? DGTയുടെ ഫുൾ ഫോം എന്താണെന്നാണ് നമുക്ക് ചോദ്യം. ആൻസർ ഈസ് ഡയറക്ടർ ജനറൽ ഓഫ് ടെക്നിക്കൽ ഡെവലപ്മെന്റ്. ഡയറക്ടർ ജനറൽ ഓഫ് ടെക്നിക്കൽ ഡെവലപ്മെന്റ്. ഡയറക്ടർ ജനറൽ ഓഫ് ടെക്നിക്കൽ ഡെവലപ്മെന്റ്. The Essential Commodities Act was passed in the year. Essential Commodities Act ഏത് വർഷമാണ് പാസ് ചെയ്തിരിക്കുന്നത്? And that is in 1955. 1955 ആണ് റൈറ്റ് ആൻസർ. 1955. ലാസ്റ്റ് വൺ, the age of discontinuity. 1969 ൽ എഴുതിയിരിക്കുന്നത് the age of discontinuity has been authored by ആരാണ് അത് എഴുതിയിരിക്കുന്നത്? that is Peter F. Drucker ആണ്. Peter F. Drucker ആയിരിക്കും അതിന്റെ റൈറ്റ് ആൻസർ. സോ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഇത്തരം 30 ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുക. ബിസിനസ് എൻവയോൺമെന്റിൻ്റെതായിട്ടുള്ള UGCക്ക് ചോദിക്കാൻ തരത്തിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തത്. നിങ്ങൾ അതെല്ലാം വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ആൻഡ് ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വിലപ്പെട്ടതായിട്ടുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ നിങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുകയും ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം നിങ്ങൾക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക. ആൻഡ് ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാമിനേഷൻ. So, thank you so much.